ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആളുകളെ മാറ്റാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. മന്ത്രി വാഹനത്തിൽ തന്നെയുണ്ട്. അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളും ഓരോ നിമിഷം കഴിയുന്തോറും അവിടേക്ക് സംഘടിച്ചെത്തുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ്. നേരത്തെ കമൽ പറഞ്ഞ രാഷ്ട്രീയ സമരമല്ല, കൂടുതലും അവിടെയുള്ള മനുഷ്യരാണ്, അവിടെ ജീവിക്കുന്ന പ്രദേശവാസികളാണ്, സ്ത്രീകളെ അധികമായി എത്തുന്നു, ആളുകൾ കൂടുതൽ എത്തുകയാണ്. മന്ത്രിക്ക് തിരിച്ചു പോവേണ്ടി വരുമോ കമൽ? വയനാട് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പം ഒരു അത്രയും പ്രയാസപ്പെട്ടാണ് മന്ത്രിയുടെ വാഹനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ആ രീതിയിലുള്ള ഒരു പ്രതിഷേധം, ഒരു സമരമുഖമാണ് അവിടെയുള്ള പ്രദേശവാസികൾ ഇപ്പോൾ തുറന്നിരിക്കുന്നത്. മന്ത്രി മാപ്പ് പറയണം. അതോടൊപ്പം തന്നെ ഇത്രയും അധികം അവിടെയുള്ള പ്രദേശത്തെ ആശങ്കയിലാഴ്ത്തി കടുവ അവരുടെ ജീവനൊക്കെ കമൽ പറയൂ. എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ മന്ത്രിയുടെ പ്രതികരണത്തിന് ശ്രമിക്കുകയാണ് എന്ന്. മന്ത്രിയുടെ വാഹനം ഏതാണ്ട് രാധയുടെ വീട്ടിന് മുന്നിലേക്ക് എത്തുകയാണ് മന്ത്രിയുടെ വാഹനം. അദ്ദേഹം പ്രതികരിക്കാൻ, പോലീസ് വാഹനത്തിന്റെ ഗ്ലാസ് തുറക്കാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചെങ്കിലും അതിനുള്ള സാധ്യത ഈ ഘട്ടത്തിലില്ല. എന്തായാലും മന്ത്രി ഇനി വാഹനത്തിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോകേണ്ടി വരും. ആ വീട്ടിലേക്ക് കയറണമെങ്കിൽ വാഹനം ഏതാണ്ട് വീടിന്റെ കവാടത്തിലേക്ക് എത്തുകയാണ്. മന്ത്രിയുടെ വാഹനം ഇപ്പോൾ മുന്നോട്ട് നീങ്ങി ഈ വീടിന് മുന്നിലേക്ക് എത്തുന്നു. ഇനി പോലീസ് വലയം തീർത്തു വേണ്ട ആളുകൾ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. ആ വീട്ടിലേക്ക് കയറ്റില്ല എന്നൊക്കെ ആളുകളെ മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. മന്ത്രിയുടെ വാഹനം, കാറ് തന്നെ വീടിന് മുറ്റത്തേക്ക് കയറ്റാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇപ്പോൾ വീടിന് മുറ്റത്തേക്ക് വാഹനം എത്തുകയാണ്. മന്ത്രിയുടെ കാർ വീട്ടുമുറ്റത്തേക്ക് എത്തുകയാണ്. മന്ത്രി എ കെ ശശീന്ദ്രൻ രാധയുടെ വീട്ടുമുറ്റത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ CPM നേതാക്കളും പ്രദേശത്തെ പൊതുപ്രവർത്തകരും ഒക്കെ ഉണ്ട്. പക്ഷേ ആളുകൾ വലിയ രീതിയിൽ സംഘടിച്ചെത്തുന്നുണ്ട്. പോലീസ് നന്നേ പണിപ്പെട്ടാണ് മന്ത്രിയുടെ വാഹനം വീടിന് മുറ്റത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ വാഹനം വീടിന് മുന്നിൽ വീട്ടുമുറ്റത്തേക്ക് എത്തിയിരിക്കുന്നു. ശരിയേറെ പാടുപെട്ടാണ് ഏകദേശം 3:20 കൂടിയൊക്കെ മന്ത്രി രാധയുടെ വീട്ടിലേക്ക് എത്തി. അരമണിക്കൂർ എടുത്താണ് ആ വീട്ടിന്റെ മുറ്റത്തേക്ക് മന്ത്രിയുടെ വാഹനത്തിന് എത്താൻ കഴിഞ്ഞത്, മന്ത്രിക്ക് എത്താൻ കഴിഞ്ഞത്. വലിയ വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇത്രയധികം വേദന വയനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് കോഴിക്കോട് ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുത്ത് പാട്ടുപാടിയ മന്ത്രിക്കെതിരെ, വനം വകുപ്പ് മന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നൊക്കെ പരിഹസിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്.